ഒരു സത്യനന്ദിക്കാട് ചിത്രത്തിലാണ് ഒരു കഥാപാത്രം പറയുന്നുണ്ട്, ഐസ് പോലത്തെ മനസ്സ്. CPM-ന്റെ മുതിർന്ന നേതാവ് EP ജയരാജനെക്കുറിച്ചും ഇങ്ങനെ പറയാം. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യനാണ് EP. ആ തണ്ടും തടിയും കാണുമ്പോൾ അല്പം ഭയമൊക്കെ തോന്നും. പക്ഷേ സംസാരിച്ചു തുടങ്ങിയാലോ അലിഞ്ഞില്ലാതാകും എല്ലാം. എന്നുവെച്ചാൽ പ്രശ്നം ഐസ് പോലെ ആകും എന്നർത്ഥം. പലതവണ പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുണ്ട് EP. കളരി അഭ്യാസിയാണ് EP. വിമാനത്തിൽ പോലും തന്റെ അഭ്യാസം പുറത്തെടുത്ത് കപ്പ് കിട്ടിയിട്ടുള്ള നേതാവ് കൂടിയാണ്. പ്രതിസന്ധി ഘട്ടത്തിലും പൂഴക്കടകൻ ഉൾപ്പെടെയുള്ള കളരിമുറകൾ എടുത്തു പ്രയോഗിച്ച് രക്ഷപ്പെടാനുള്ള കഴിവ് കേരള രാഷ്ട്രീയത്തിൽ മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. EP-യുടെ പിണക്കങ്ങളും പ്രസിദ്ധമാണ്. ഇൻഡിഗോ വിമാന കമ്പനിയോട് പോലും EP പിണങ്ങി. പിണക്കം മാറ്റാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും EP ഉണ്ടോ വഴങ്ങുന്നു. ട്രെയിനിൽ യാത്ര ചെയ്ത് പ്രതിഷേധമറിയിച്ചു EP. അതാണ് EP. CPM-ലെ കട്ടൻ ചായയും പരിപ്പുവടയും കാലമെന്നൊരു പ്രയോഗവും EP-യുടെ സംഭാവനയാണ്. CPM-ൽ കട്ടൻ ചായ പരിപ്പുവടക്കാലം കഴിഞ്ഞ് നേതാക്കൾക്കും പാർട്ടിക്കും അല്പസ്വല്പം പുത്തനുണ്ടാക്കാം എന്നാണ് സഖാവ് EP ഉദ്ദേശിച്ചത്. അതിത്ര വൈറലാകുമെന്നൊന്നും ഐസ് പോലത്തെ മനസ്സുള്ള EP വിചാരിച്ചില്ല. ഈ കട്ടൻ ചായയും പരിപ്പുവടയും EP-യെ വീണ്ടും വെട്ടിലാക്കിയിരിക്കുന്നു. ആത്മകഥ എഴുതുമെന്നും അതിന് ആറ്റം ബോംബിന്റെ പ്രഹരശേഷി ഉണ്ടാകുമെന്നും EP നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ വിശ്വസിച്ചാൽ EP സഖാവിന്റെ ആത്മകഥയുടെ പേര് കട്ടൻ ചായയും പരിപ്പുവടയും എന്നാണ്. ഈ ആത്മകഥയിലെ ചില ഭാഗങ്ങൾ പുറത്തുവന്നു. അത് വിവാദ കൊടുങ്കാറ്റുണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പതിവ് പോലെ ആ ഗർഭം എന്റേതല്ലെന്ന് EP പറഞ്ഞിട്ടുണ്ട്. EP-യുടെ പ്രതികരണം ഇങ്ങനെ: ആത്മകഥ എഴുതുകയാണ്, പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എഴുതിയ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഘട്ടത്തിൽ. പുറത്തുവന്ന കാര്യങ്ങൾ ഞാൻ എഴുതിയതല്ല, എഴുതാത്ത കാര്യങ്ങൾ എഴുതി. ഇന്ന് 10:30 പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്നാണ് വാർത്ത കാണുന്നത്. തെറ്റായ നടപടിയാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരെ വാർത്ത സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ചെയ്തതാണ്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. പുസ്തകം ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും. ഇങ്ങനെയാണ് EP പറഞ്ഞത്. EP ജയരാജന്റെ തന്നെ പേരിൽ പുറത്തിറങ്ങിയ ആത്മകഥയിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് BJP-യിൽ ചേരാനുള്ള ചർച്ചയുടെ ഭാഗമാണെന്ന് വരുത്തിത്തീർത്തതിന് പിന്നിൽ ശോഭാ സുരേന്ദ്രനാണെന്നാണ് ആത്മകഥയായി പ്രചരിക്കുന്ന പുസ്തക ഭാഗങ്ങളിലുള്ളത്. പ്രചരിക്കുന്നത് തന്റെ ആത്മകഥയല്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് EP പറയുന്നത്. EP ജയരാജന്റെ ആത്മകഥയെന്ന പേരിൽ പ്രചരിക്കുന്ന പുസ്തകത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇതാണ്. തൃശൂർ ഗസ്റ്റ് ഹൌസിലും ഡൽഹിയിലും എറണാകുളത്തും ശോഭാ സുരേന്ദ്രനോടൊപ്പം BJP നേതാക്കളുമായി ചർച്ച നടത്തിയെന്നാണ് അവർ ആവർത്തിച്ചു പറയുന്നത്. ഒരു തവണ മാത്രമാണ് ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിനിടെയാണത്. അതിനു മുൻപോ ശേഷമോ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. മകനെ എറണാകുളത്ത് വെച്ച് ഒരു വിവാഹ ചടങ്ങിനിടെ കണ്ടപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഫോൺ നമ്പർ വാങ്ങിയിരുന്നു. 1-2 തവണ ശോഭ വിളിച്ചെങ്കിലും മകൻ ഫോൺ എടുത്തില്ല. മകന്റെ ഫോണിലേക്കാണ് ജാവ്ദേക്കർ വിളിച്ചത്. അച്ഛൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അല്പം കഴിയുന്നതിന് മുമ്പ് ഫ്ളാറ്റിലെത്തി. ഈ വഴി പോയപ്പോൾ കണ്ടുകളയാമെന്ന് കരുതിയാണ് വന്നതെന്ന് പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും കാണുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ചയെന്നാണ് പറഞ്ഞത്. 5 മിനിറ്റിൽ കൂടുതൽ കൂടിക്കാഴ്ച നീണ്ടു നിന്നില്ല. LDF കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ പ്രയാസം മറച്ചുവെക്കുന്നില്ല. EP പദവി നഷ്ടപ്പെട്ടതിലല്ല, പാർട്ടി മനസ്സിലാക്കാത്തതിലാണ് പ്രയാസം. അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയുടെ കാര്യവും ചർച്ചയാകും. ഡോക്ടർ P. സരിൻ തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. കിട്ടാതെ ആയപ്പോൾ മറുകണ്ഠം ചാടി. ശത്രുപാളയത്തിലെ വിള്ളൽ മുതലെടുക്കണമെന്നത് നേര്. സ്വതന്ത്രൻ പല ഘട്ടങ്ങളിലും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. EP നിഷേധിച്ച EP-യുടെ ആത്മകഥാഭാഗത്തിൽ ഇതൊക്കെയാണുള്ളത്. ഇനി എന്ത് സംഭവിക്കും? എന്തും സംഭവിക്കാം. കാരണം വിവാദ പുരുഷൻ സഖാവ് EP ആണ്.